ആ ദേ കൊച്ചേ, ഈ സമയത്ത് പറയുന്നതും ചോദിക്കുന്നതും ശരിയാണോന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ വെള്ളത്തിൽ കിടക്കുന്നതേ ഞങ്ങളുടെ പണമോ. അതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ഇങ്ങനെ മുഖം കുറിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. കാശ് എണ്ണി മേടിച്ചയാള് കയ്യും വിശിപ്പോയി. ചോദിക്കുമ്പോഴെല്ലാം തന്റെ മോള് വലിയ പഠിത്തക്കാരിയാണെന്നാ പറഞ്ഞിരുന്നത്. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടൻ മലമറിക്കുമെന്നുള്ള ഉറപ്പില്ല ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചത്. ഇനി കൊച്ചു വേണം ഒരു തീരുമാനം പറയാൻ. അതെ, നിങ്ങളൊന്ന് നടന്നു. ഒരു ചാവ് ചാക്കാല നടന്ന വീടല്ലേ ഇത്? ഒരു മര്യാദക്കെ ഇല്ല എല്ലാത്തിനും. ശേഖര, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണം. വരത്തന്മാർക്ക് വേണ്ടി ബാധിക്കാൻ നിൽക്കല്ലേ. പറവച്ചേ, ഞങ്ങളുടെ കാശ് എന്നത്തേക്ക് തരാൻ പറ്റും? നിന്റെ തന്തയാ ചുട്ട പപ്പടം പോലുള്ള പണം മോളുടെ പഠിത്തത്തിനാണെന്ന് പറഞ്ഞ് എണ്ണി മേടിച്ചത്, അറിയാമോ? അത് നിന്നെ പഠിപ്പിക്കാനായിരുന്നെങ്കിൽ പരിഹാരവും നീ തന്നെ കാണണം. ദിവാര, നീ ഒന്ന് അടങ്ങ്. ഈ കൊച്ചിനെ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യാതെ. എങ്കിൽ ഇയാൾ തരുമോ ഞങ്ങളുടെ പണം? വെള്ളത്തിലൊഴുകി വന്നപ്പോ തടയിട്ട് പിടിച്ചതൊന്നും അല്ല ഞങ്ങളുടെ കാശ്. ദേ, നല്ല എല്ലുമുറി അധ്വാനിച്ച പൈസയാ. ഇതിനൊരു തീരുമാനമുണ്ടാകാതെ ഞങ്ങൾ പോവില്ല. പറവച്ചേ, എന്നത്തേക്ക് തരാൻ പറ്റും? ഒരു ഡേറ്റ് എങ്കിലും പറവച്ചേ. എന്നാ ഓടിക്ക് മുള കളിക്കുമ്പോഴോ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറകൊച്ചേ. എനിക്ക് ഒരു ജോലി കിട്ടാനുള്ള സാവകാശം അത്രയും തന്നാ മതി എനിക്ക്. ഓഹോ, അത് ശരി. അപ്പൊ ജോലിയൊന്നും കിട്ടിയില്ലല്ലേ? തന്റെയും മോളും ചേർന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നു ഞങ്ങളെ, അല്ലേ?